കൃഷ്ണപുരത്തെ ഒരു പള്ളിയിലെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിനെ ആ നാട്ടിലെ മഹലിലെ ഒരുവൻ വന്നുകൊണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വീഡിയോ, അടിക്കുന്ന. ഏത് വാപ്പ തന്റെ മക്കളെ നന്നാക്കാൻ, തന്റെ മക്കള് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് തല്ലുകൊടുത്ത് നേരെയാക്കാൻ വീട്ടിൽ ഒരു വടി ഏത് വാപ്പ തൂക്കിയിട്ടിട്ടുണ്ടോ ആ വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് വാപ്പയ്ക്ക് പറവയെ പോലെ മുടി വളർത്തി നടക്കുന്നവന് പൊട്ടീര് കൊടുത്തിട്ട് പോയി വെട്ടിയിട്ട് വാടാ എന്ന് പറയുന്ന വാപ്പ, നിസ്കരിക്കാതെ കടമിറങ്ങുന്നവന് തല്ലു കൊടുത്തിട്ട് നിസ്കരിക്കടാ എന്ന് പറയുന്ന വാപ്പ, 10 വയസ്സുള്ളവൻ നിസ്കരിച്ചില്ലെങ്കിൽ തല്ലാൻ അധികം പഠിപ്പിച്ചത്, താരാട്ട് പാടാനല്ല പഠിപ്പിച്ചത്. നിന്റെ മോൻ പോത്തുപോലെ ഉറങ്ങുന്ന 18ഉം 20ഉം വയസ്സായി ഇന്ന് വരെ തല്ലിയിട്ടുണ്ടോ? ഇപ്പൊ നിനക്ക് പേടി, നിന്നെ തല്ലാതിരുന്നാ മതി മക്കള്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിലൊരു വടി തൂക്കിയിട്ടാ മതി, ബർക്കത്ത് ചെയ്യും, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അങ്ങനെ വീട്ടിലൊരു വടി തൂക്കിയിട്ടിട്ടുള്ള വാപ്പമാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് കൈബുക്ക്, നിനക്ക് ബർക്കത്ത് ആകാശത്തുനിന്ന് വരും, കാത്തിരുന്നോ? നിങ്ങൾ ചിന്തിക്ക സഹോദര, ഒരു 25 കൊല്ലം മുമ്പ് നിനക്ക് 2ഉം 3ഉം പെങ്ങളുണ്ട്, 4 സഹോദരിമാരുണ്ടായിരുന്നു. ഈ 4 പേരെയും നിന്റെ വാപ്പ കെട്ടിച്ചത് പിരിവെടുത്തിട്ടാ? ആലോചിക്ക്. പണ്ട് ഏത് പള്ളിയിലാ ലെറ്റർ പേഡും കൊണ്ട് പിരിവിന് നടന്നത്? ഇതുപോലെ വയല് വെച്ചിട്ട് പിരിച്ചിട്ട് കെട്ടിച്ച കാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ആലോചിക്കുക സഹോദര, എങ്ങനെയാടാ ഈ കൊട്ടാരങ്ങളൊക്കെ പണിതത്? നമ്മുടെ വീടിന്റെ അകത്ത് ബർക്കത്ത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. വീട്ടിൽ TV ഉണ്ടോ? TV കൈവക്കണ്ട. TV ഉണ്ടോ? ഇപ്പം കമ്പുള്ളവര് കൈവക്കാൻ പറഞ്ഞപ്പോ 3 പേര്. TV ഉണ്ടോന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിന്ന് പൊക്കും, കാരണം അത്രയും വലുതാ വീടിനകത്തിരിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നിട്ട് വന്നിട്ട് പള്ളിയിലെ ഖതീബിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഉസ്താദെ ഞാൻ പറഞ്ഞാ കേൾക്കത്തില്ല ഉസ്താദെ. എങ്ങനെ കേൾക്കും? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഏറ്റവും വലിയ സമുദായത്തിന്റെ ഏറ്റവും വലിയ നിങ്ങളുടെ ഈ ഉപ്പളയിൽ തന്നെ ഞാൻ പറയാം, ഈ ഉപ്പളയിൽ തന്നെ 2 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു വഴുതിന് വന്നപ്പോ, എടാ ചങ്ങാതി, എടാ ഒന്ന് പിടിയടാ ഓനെ, അവൻ വൈലന്റ് ആവുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കയറ്റി ഇവിടെ നിർത്തിയിട്ട് ഫാത്തിഹ ഓദിച്ചു കളയും. ഈ ഉപ്പളയിൽ തന്നെ ഞാനൊരു മുടി വെട്ടാൻ പോയി. ഞാൻ മുടി വെട്ടാൻ പോയപ്പം അത്യാവശ്യമായതുകൊണ്ട് കയറിപ്പോയതാ. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പുറത്ത് ഒരാളിരുന്ന് മുടി വെട്ടുന്നുണ്ട്. ഈ പെണ്ണുങ്ങൾ മുടി ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കുന്നത് പോലെ മുകളിലോട്ട് ഇങ്ങനെ എന്തൊരു മെഷീൻ കയറ്റി വെച്ചിരിക്കുക, ചീപ്പ് എന്തൊരു സാധനം ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്, മുകളിലോട്ടിരിക്കുന്നു. താഴെ ഇങ്ങനെ ക്ലീൻ ഷേവ് ചെയ്യാ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, പടച്ചവനെ പെൺപിള്ളാര് വല്ലതും ആണോ? അല്ല, കണ്ണാടി നോക്കി, പെണ്ണല്ല, ഒരു ചെറിയ പയ്യൻ. ഒരു 5ഓ 6ഓ വയസ്സ് വരും, ഒരു 7 വയസ്സ് വരും എന്ന് സങ്കല്പിക്കുക. ഓൻ പറഞ്ഞു കൊടുക്കാൻ എങ്ങനെ വെട്ടണമെന്ന്. ആ മോന്റെ ഉമ്മ നേരെ പുറകിലിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ, മുകളിലുള്ള മുടി മുഴുവനും മുകളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് താഴെ അള്ളാഹുവിന്റെ ശാപം കിട്ടും അവർക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ. പടിപടിയായി മുടിവെട്ടുന്നവർ അവർ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. എത്ര വയസ്സുണ്ട്? 5 വയസ്സ്, 7 വയസ്സ്, 10 വയസ്സ്. അവനോട് പോലും നിനക്ക് പറ്റുന്നില്ല. ഇത് പാപമാണെന്നറിയാത്ത ഏത് വാപ്പയാവുള്ളേ? ഉമ്മ പറയുന്നത് ഉസ്താദെ പറഞ്ഞാൽ കേൾക്കത്തില്ല, തീർന്നല്ലോ ഉമ്മയുടെ ജോലി. ഉമ്മയ്ക്ക് പ്രസവിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ, അത് ബാക്കി അറിയത്തില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെ തല്ലണം? വാപ്പാനെ തല്ലണോ മക്കളെ തല്ലണോ? എടാ 12 വയസ്സുള്ള ഒരു മോനെ നീ ആരാ നോക്കിയേ? ഈ ഇരിക്കണ പ്രായമുള്ളവർക്ക് ഉപ്പാന്ന് പറഞ്ഞാൽ മുട്ടിടിക്കും. എടാ 6 മണി കഴിഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഓർമ്മയുണ്ടോ നമുക്കൊക്കെ? 6 മണി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങിയ ഓർമ്മയില്ല. ഒരു വഅ്ള് വരണം വെളിയിലിറങ്ങണമെങ്കിൽ, ഒരു വഅ്ള് വരണമെന്ന് പുറത്തിറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ വല്ല റമളാൻ മാസത്തിലും വരണം, അപ്പോഴും 10:30. ലൈലത്തുൽ ഖദറിന്റെ അന്ന് പിന്നെ നമുക്കൊക്കെ പെരുന്നാളാണ്, കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായിരുന്നു പണ്ട്, കാരണം പുറത്തിറങ്ങിയത് അങ്ങനെ. ഇന്നോ 12 മണിയാകുമ്പോ ഉമ്മ താക്കോല് കൊടുത്തിരിക്കുക, നീ തന്നെ വന്ന് കയറിയാൽ മതി, നമ്മളെ വിളിക്കണ്ടാന്ന്. 50 വയസ്സുള്ളവനല്ല, തേരാ പാര ഹാവു ഇങ്ങനെ നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആലോചിക്കുക,
പിന്നെ വാപ്പമാര് മക്കളെ എങ്ങനെ ഉസ്താദെ തല്ലുന്നേ? വാപ്പ തന്റെ പെണ്ണുമ്പള്ളി എടുത്ത് ചോദിക്കുക, ഓൻ വരാറായോ? വരാറായി, എന്നാ ഞാൻ കയറി കിടക്കട്ടെ, പേടി, കാരണം തല്ലിയാലോ. ഇന്ന് വീട്ടിൽ വടി വെട്ടി വെക്കാത്ത എന്തേ? വാപ്പ തല്ലാൻ പോയ ആ വടി വാങ്ങിച്ചിട്ട് വാപ്പാനെ തല്ലും. നല്ല മക്കള്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് മോനെ ബർക്കത്ത് വേണോ? പൈസ മുടക്കി ചൂരല് വാങ്ങണ്ട, ഒരു ഈർക്കലെങ്കിലും വെട്ടി വീട്ടിൽ വെച്ചേരെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഔറത്തു പ്രദർശനം നല്ലതല്ല. ഈ ഔറത്തിങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് നല്ലതല്ല. അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അങ്ങനെ നടക്കുന്നതിലൂടെയുള്ള നാശം എന്താ, ശിക്ഷ എന്താ? ഒരു ചരിത്രം പറയാം. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ ഒരു ചരിത്രം പറയുകയാ. ഒരിക്കൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യുകയാ. അള്ളാഹുവിന്റെ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യുന്നു അല്ലേ. ഇന്ന് ഒരു പെണ്ണിന്റെ ഒരു രോമം ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന താത്താമാരിൽ എത്ര പേര് തലമറച്ചിട്ടുണ്ടാകും? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. നിന്റെ പെണ്ണുപിള്ളയുണ്ട്, നിന്റെ പെൺമക്കളും ഉണ്ട്, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾക്കൊക്കെ തലമറയ്ക്കാനും ശരീരം മറയ്ക്കാനും പേടി. അവരെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകത്തായി പോകും. അതാ ഇന്നത്തെ അവസ്ഥ അല്ലേ. പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന 2 സമയങ്ങളുണ്ട്. എപ്പോഴൊക്കെയാണെന്നറിയോ? പറമൻഷ, നമ്മുടെ പെൺമക്കള് തലമറയ്ക്കുന്ന 2 സമയങ്ങൾ. ഒന്ന്, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കണം. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഓടുന്ന ഓട്ടം കാണണം. എടുത്തൊരു മറയല. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ തലമറയ്ക്കണമെന്നുണ്ടോ? ഉണ്ടോപ്പാ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് മാത്രം തലമറയ്ക്കണമെന്ന് ഞാൻ ഇതുവരെ ഒരു കിതാബിലും കണ്ടിട്ടില്ല. ബാങ്ക് കേൾക്കുമ്പോൾ തലമറയ്ക്കണമെന്നുണ്ടോ? ബാങ്ക് വിളിക്കുന്ന ഉമ്മ പറയുന്നെന്തറിയോ? ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടു, സൗണ്ട് കുറയ്ക്കടാ, ബാങ്ക് വിളിക്കുന്നടാ, സൗണ്ട് കുറയ്ക്കടാ. നിർത്താനല്ല പറയണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. TV കണ്ടുകൊണ്ടിരിക്കുമ്പോ ചെന്നിട്ട് പറയുന്നത് ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കുറയ്ക്കാനാ പറയണത്, അല്ലാതെ നിർത്താനല്ല. ഒരാള് കള്ളുഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിക്കാം. കള്ളുഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിക്കുമ്പോ സപ്ലയർ ഞണ്ടിന്റെ കറി കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അപ്പൊ ഈ കള്ളുകുടിയൻ പറയും, ഇത് വേണ്ട, ഇത് കറാഹത്താന്ന്, ഞങ്ങൾക്ക് കഴിച്ചൂടാ, ഇത് ഞങ്ങൾക്ക് കഴിച്ചൂടാ, ഇത് ഒരു കുഴപ്പമില്ല, ഹറാം അടിച്ചോണ്ടിരിക്കുന്നവനാ കറാഹത്തിനെ കുറിച്ച് പറയണത്. പച്ച പാപം ചെയ്തോണ്ടിരിക്കുക, സിനിമ കണ്ടോണ്ടിരിക്കുന്നത് പാവമല്ലേ, അത് കുഴപ്പമില്ല. സൗണ്ട് ബാങ്ക് വിളിക്കുമ്പോ കുറയ്ക്കാൻ. ഈനാൻ പേച്ചിക്ക് മരപ്പട്ടി കൂട്ടുന്ന കോമഡി പറയണ പോലെ ഉമ്മായും കൊള്ളാം, മക്കളും കൊള്ളാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറതെ ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനവറുകൾ പരിശുദ്ധമായ കഅബാലയം ഇങ്ങനെ തവാഫ് ചെയ്യാ. സീരിയൽ കാണുന്ന താത്ത കേട്ടോ, അപ്പ ഇപ്പോഴും നീയും കൂടിയിട്ടുണ്ട് ആമീനയുടെ കൂടെ. 2 കൂടെ ഒരുമിച്ചിരുന്ന ഇപ്പൊ സീരിയൽ കാണുന്നേ, സിനിമയും സീരിയലും ഒക്കെ. സ്ഥാനാർത്ഥി വന്നല്ലോ ഇപ്പൊ. കാരണം നിങ്ങൾ നാളെ രാവിലെ അടുത്ത പരിപാടിക്ക് തുടങ്ങേണ്ടതാ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് 2 വാക്ക് അൽഹംദുലില്ലാ. അല്ലല്ല, ഞാൻ പറയൂല, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പറയാം. ത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുകയാ, ഈമാനുള്ള ഒരു മരണം തരണേ തമ്പുരാനെ. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ദുരവസ്ഥ എനിക്ക് വരുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുവേ, മഹാനവറുകൾ തവാഫ് കഴിഞ്ഞിങ്ങനെ നടന്നു പോകുമ്പോ അതാ പടച്ചവനെ സംസം വെള്ളം കുടിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ മഹാനവറുകൾ ചോദിക്കുകയാ, മോനെ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, നീ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടല്ലോ, എന്താ നിന്റെ സഹോദരന്മാർക്ക് സംഭവിച്ചത്? ചെറുപ്പക്കാരൻ അവിടെ നിന്ന് പറയുകയാണ്, എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് 2 ജ്യേഷ്ഠന്മാരുണ്ടായിരുന്നു. എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനാ. 35-40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അവസാനം മരണം മോശമാ. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു, ആഖിബത്ത് മോശമായി. ഒരു നല്ല മരണത്തിന്റെ അടയാളങ്ങളൊന്നുമില്ലായിരുന്നു. പടച്ചവനെ, ചെറുപ്പക്കാരൻ പറയുകയാണ്, 2ാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ ബാങ്ക് വിളിച്ചു. ഏകദേശം 10 വർഷക്കാലം ബാങ്ക് വിളിച്ചു. പക്ഷേ 2
രണ്ടാമത്തെ ജ്യേഷ്ഠന്റെയും അവസാനം മോശമാ. രണ്ടുപേർക്കും ഈമാനുള്ള മരണം കിട്ടിയില്ല. പടച്ചവരെ, ഇപ്പോൾ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഞാനാ. അല്ലാ, എന്റെ ഗതി എങ്ങനെ വരുത്തല്ലേ അല്ലാ. ഇതിനു വേണ്ടിയാ ഞാൻ ദുആ ചെയ്യുന്നത്. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ മഹാനവറുകൾ അവിടുന്ന് ചോദിക്കുകയാ, അവരെങ്ങനായിരുന്നു, അവരുടെ സ്വഭാവം എങ്ങനായിരുന്നു? അവര് കള്ളു കുടിക്കുന്നവരായിരുന്നില്ലോ, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ലോ, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ലോ, അവര് ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ല. അവര് നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാട്, സ്വലാത്ത് പറഞ്ഞവരാട്, സദഖ കൊടുത്തവരാട്, ദിക്റുകൾ പറഞ്ഞവരാട്, ഒരുപാട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ചെയ്തവരാ. മഹാനവറുകൾ പിന്നെയും ചോദിക്കുകയാ, എന്തെങ്കിലും ഒരു പാപം, എന്തെങ്കിലും ഒരു ദുശീലം നിന്റെ ഇച്ഛമാർക്കുണ്ടായിരുന്നു? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഒരേ ഒരു സ്വഭാവമുണ്ടായിരുന്നു, ഒരേ ഒരു ദുസ്വഭാവമുണ്ടായിരുന്നു. എന്തെന്നറിയുമോ വാപ്പാ? നിനക്കുള്ള സ്വഭാവം, അതേ സ്വഭാവം നിനക്കുമുണ്ടല്ലോ, പെങ്ങളെ നിനക്കുമുണ്ടല്ലോ. വഹുമാ യൻദുറാനി ഔറാദുൻ നിസാ. നിസ്കരിക്കുന്ന വാപ്പാ, ഖുർആൻ ഓതുന്ന വാപ്പാ, സ്വലാത്ത് പറയുന്ന വാപ്പാ, സദഖ കൊടുക്കുന്ന വാപ്പാ, സമയം കിട്ടുമ്പോ നീയും ടിവിയുടെ മുന്നിലിരുന്ന് പെണ്ണിന്റെ ഔറത്ത് കാണുമല്ലോ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവനല്ലേ വാപ്പാ? തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവനല്ലേ വാപ്പാ? പെങ്ങള് ഇപ്പോഴും കയ്യിൽ തസ്ബീഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മ, നിന്റെ ഔറത്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, കുടുംബക്കാർക്ക് കാണിക്കുന്നുണ്ടല്ലോ, വീടിന്റെ അകത്ത് ടിവിയിലൂടെ അന്യവന്റെ ഔറത്ത് കാണുന്നുണ്ടല്ലോ. നിനക്ക് മോഹമില്ലേ? ഈമാനോടുകൂടി മരിക്കാൻ നിനക്ക് കൊതിയില്ലേ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അവസാനം മോശമാടാ, ഈമാനില്ലാത്ത മരണമാ. ഖസുറത് ദുനിയാ വല്ലാഖിറ. നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുമടാ. ഇത് കളിയല്ല, ഇത് തമാശയല്ല, ഇത് നിസ്സാരമല്ല. കള്ളു കുടിച്ചവൻ അവനുമായി മാത്രമാണ് ബന്ധമുള്ളത്. പക്ഷേ നീ ഔറത്ത് മറക്കാതെ നടക്കുമ്പോ എത്രയോ സ്വാലിഹത്തായ പെണ്ണുങ്ങള്, എത്രയോ പാവപ്പെട്ട പിതാക്കന്മാര്, എത്രയോ കൊച്ചുകുട്ടികള്, മറ്റുള്ള മതസ്ഥര് അവരുടെ മുന്നിലൂടെ മുണ്ട മടക്കി വിടുത്തുന്ന വാപ്പാ. ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കാരാ? ഈ പാപം നീ എവിടെ കൊണ്ട് തീർക്കാരാ? നിങ്ങള് അതുകൊണ്ട് ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന കാര്യമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. പടച്ചവനെ, ഒരുപാട് ചെയ്തവരാട്, ഒരുപാട് കണ്ടവരാട്, അതിന്റെ പേരിൽ പടച്ചവനെ ഞങ്ങളുടെ ആഖിബത്ത് നീ മോശമാക്കല്ലേ അല്ലാ. മാരക രോഗങ്ങൾ തരല്ലേ അല്ലാ. അതുകൊണ്ട് പടച്ചവര്, ഞങ്ങളിൽ പലരും രോഗികളാ അല്ലാ. ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ബക്കറ്റ്